പിന്നിട്ട 6 റൗണ്ടുകൾ മതി കേരളമേ, ഇതു മതി. കുലംകുത്തി എന്ന് ചാപ്പയടിച്ച് കൊല്ലാൻ ആഹ്വാനം ചെയ്തവൻ പൊള്ളുന്ന വെയിലത്ത് നഗ്നനായി നിൽക്കുന്ന കാഴ്ച കാണാൻ ഒരു വ്യാഴവട്ടക്കാലത്തിന് ശേഷം ചന്ദ്രശേഖരന് കഴിഞ്ഞു. രാഷ്ട്രീയ കേരളത്തിന് അഭിവാദ്യങ്ങൾ. മുഖ്യമന്ത്രി പിണറായി വിജയൻ ധർമ്മടത്ത് 6 റൗണ്ടുകൾ എണ്ണിത്തീർത്തപ്പോൾ പിന്നിലായിരിക്കുന്ന സമയം കെ രമ ഫേസ്ബുക്കിൽ കുറിച്ചതാണിത്. ചന്ദ്രശേഖരൻ ഇല്ലാതായ 2012 മെയ് 4-നിപ്പുറം മറ്റൊരു മെയ് 4-ൽ ഇങ്ങനെ കുറിക്കുമ്പോൾ ചന്ദ്രശേഖരനൊപ്പം വിപ്ലവത്തെ നെഞ്ചേറ്റിയവളുടെ മനസ്സിലൂടെ എന്തെല്ലാം കടന്നുപോയിട്ടുണ്ടാവണം. ഒഞ്ചിയം രക്തസാക്ഷികളാൽ ചുവന്ന മണ്ണ്, വടകര. പക്ഷേ 2012 മെയ് 4-ലെ TP ചന്ദ്രശേഖരൻ വധത്തോടുകൂടി മറ്റൊരു രക്തസാക്ഷിത്വത്തോടുകൂടി വടകര ഇടതുപക്ഷത്തെ കൈവിടുന്ന സ്ഥിതിയിലേക്ക് മാറി. 1960 ശേഷം സോഷ്യലിസ്റ്റ് പാർട്ടികൾ മാത്രം വിജയിച്ച മണ്ഡലത്തിന്റെ ചിത്രം TP ചന്ദ്രശേഖരൻ വധത്തോടെയാണ് പൂർണ്ണമായും മാറുന്നത്. കഴിഞ്ഞ തവണ 7491 വോട്ടുകൾക്കാണ് കെ രമ വിജയിച്ചതെങ്കിൽ ഈ മെയ് 4-ന് ഗുൽമോഹർ പോലെ അത് ഇരട്ടിയായി വിരിഞ്ഞു. ഇത് വലിയൊരു ഉത്തരവാദിത്തമാണ്. ഈ നാട് തരുന്ന ഈ ഉത്തരവാദിത്തം അതിൻ്റെതായ അർത്ഥത്തിൽ പൂർത്തിയാക്കും. ജനങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന വാക്കാണ് വടകരയിലെ വോട്ടർമാർക്ക് ഇനിയും നൽകാനുള്ളത്. UDF-മായി ചേർന്നാണ് പോരാട്ടമെങ്കിലും ഇടതു പ്രസ്ഥാനമെന്ന അസ്തിത്വം നിലനിർത്തിയാണ് RMPയുടെ പോരാട്ടമെന്നതും ശ്രദ്ധേയം. ഒഞ്ചിയം എന്ന വിപ്ലവ ഭൂമികയിൽ തിരിച്ചുവരാനാവാത്ത വിധം LDF വീണുപോകുമ്പോൾ TP ചന്ദ്രശേഖരൻ ഉന്നയിച്ച രാഷ്ട്രീയ വിഷയങ്ങൾ കൂടെയാണ് കെ രമയുടെ വിജയത്തോടെ വീണ്ടും സജീവ ചർച്ചയാകുന്നത്. MM രാഗേഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്.